السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه، وأفضل الصلاة وأتم السلام على سيدنا محمد حبيب رب العالمين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചു, ബഹുമാനിച്ചു. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരെടുത്ത് വിളിച്ചിട്ടില്ല. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ നമ്മൾ പരിശോധിച്ചാൽ ഒരിടത്തും അല്ലാഹു അവൻ്റെ ഹബീബിനെ പേരെടുത്ത് വിളിച്ചിട്ടില്ല. യാ മുഹമ്മദ് എന്നോ യാ അഹ്മദ് എന്നോ വിളിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പുള്ള മുർസലുകളെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ വിളിച്ചത് നമുക്ക് കാണാം. എത്രയോ സ്ഥലത്ത് കാണാം. യാ മൂസ, യാ സക്കരിയ, യാ യഹ്യ, യാ ഈസ, ഇങ്ങനെ തുടങ്ങി മുൻകഴിഞ്ഞ മുർസലുകളെല്ലാം അല്ലാഹു പേരെടുത്ത് വിളിച്ചതായിട്ട് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എന്നാൽ അള്ളാഹിൻ്റെ റസൂലിനെ ഇതേ രൂപത്തിൽ ഇതേ ശൈലിയിൽ അല്ലാഹു വിളിച്ചിട്ടില്ല. യാ മുഹമ്മദ് എന്നോ യാ അഹ്മദ് എന്നോ വിളിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ വിളിച്ചത്? യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക യാ അയ്യുഹൽ മുദ്ദസിറു ഖും ഫഅൻദിർ യാ അയ്യുഹൽ മുസമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീല യാ അയ്യുഹർ റസൂലു. ഇങ്ങനെയുള്ള പ്രയോഗമാണോ? ഈ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബിനെ വിളിച്ചിട്ടുള്ളത്. അല്ലാതെ പേരെടുത്ത് വിളിച്ചിട്ടില്ല. അത് റസൂലുള്ളാഹിനെ ആദരിച്ചതിൻ്റെ ഭാഗമാണ്. റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല കൽപ്പിച്ച ബഹുമാനം ആദരവുമാണ്. എന്ന് മാത്രമല്ല, നമ്മൾ അങ്ങനെ വിളിക്കാനും പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ലാ തജ്അലൂ ദുആ അർ-റസൂലി കദുആഇ ബഅദികും ബഅദാ. റസൂലിനെ വിളിക്കുന്നതിനെ നിങ്ങളാക്കരുത്, ഏതുപോലെ നിങ്ങളിൽ നിന്ന് ചിലരെ വിളിക്കുന്നത് പോലെയാക്കരുത് എന്ന് അല്ലാഹു തആല വിരോധിച്ചിരിക്കുകയാണ്. യാ മുഹമ്മദ്, യാ അഹ്മദ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ വിളിക്കരുത്. ഇതേപോലെ ആദരവുള്ള വാക്കുകൾ പറഞ്ഞ് വിളിക്കണം. യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂലു. നമ്മൾ നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ നമുക്ക് നബിയെ സലാം പറഞ്ഞ് അത്തഹിയ്യാത്തിൽ റസൂലുള്ളാഹിക്ക് നേരിട്ട് നമ്മൾ സലാം പറയുന്നില്ലേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് ഓരോ മുസൽമാനും നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്ത് സലാം പറയുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ഉണർത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യ് വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ് അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യ്,
നബിയുടെ സൗത്തിൻ്റെ മേലെ നിങ്ങളുടെ ശബ്ദങ്ങളെ നിങ്ങൾ ഉയർത്തരുത്. നബിയുടെ സൗണ്ടിൻ്റെ മേലെ അതിൻ്റെ കവിഞ്ഞ് ഉച്ചത്തിൽ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തരുത്. അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് പറയാണ്, വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ, വാക്കുകൊണ്ട് നിങ്ങൾ ഉറക്കെയാക്കരുത്. കജഹരി ബഅദുക്കും ലിബഅദിൻ, നിങ്ങളിൽ നിന്ന് ചിലരോട് ഉറക്കെ സംസാരിക്കുന്നത് പോലെ സംസാരിക്കരുത്. അങ്ങനെ എന്താ സംസാരിച്ചാലുണ്ടാകുക? അൻ തഹ്ബത അഅ്മാലുക്കും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. നിങ്ങളറിയാത്ത രൂപത്തിൽ നിങ്ങൾ ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്തിൽ സൗണ്ട് കുറക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തുകയാണ്. ഇന്നല്ലദീന യഖുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈക അല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അദീം. തീർച്ചയായും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന ആളുകൾ, ഉലൈക അല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, അവരെ ഹൃദയങ്ങളെ തഖ്വക്ക് വേണ്ടി അല്ലാഹു തആല സെലക്ട് ചെയ്ത ആളുകളാണ്. ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അദീം, അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവുമുണ്ട്. പിന്നീട് ഉറക്കെ സംസാരിച്ച് റസൂലുള്ളാഹിനെ നേരിട്ട് വിളിച്ച് റസൂലുള്ളാഹിന്റെ പേര് വിളിച്ച് ഉറക്കെ സംസാരിച്ച ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ. തീർച്ചയായും തങ്ങളെ ആ ഹുജറാത്തിൻ്റെ ബേക്കിലൂടെ, ഹുജറാത്തിൻ്റെ പിന്നിൽ നിന്ന്, റൂമുകളുടെ തങ്ങളും തങ്ങളുടെ ഭാര്യമാരും വസിക്കുന്ന ആ റൂമുകൾക്ക് പിന്നിൽ നിന്ന്, പുറത്ത് നിന്ന് തങ്ങളെ വിളിക്കുന്നവർ, അക്സറുഹും ലാ യഅഖിലൂൻ, അവരിൽ അധികം ആളുകൾക്കും ബുദ്ധിയില്ലാത്തവരാണവർ. വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും, അവർ തങ്ങളിലേക്ക് പുറത്ത് വരുന്നത് വരെ അവരവിടെ ക്ഷമിച്ച് നിൽക്കുകയാണെങ്കിൽ, ഒച്ചുണ്ടാക്കാതെ അവിടെ നിൽക്കുകയാണെങ്കിൽ, ലകാന ഖൈറൻ ലഹും, അതവർക്ക് ഖൈറാകുമായിരുന്നു. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു അല്ലാതെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഇവിടെ റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വെച്ച് ശബ്ദം ഉയർത്തിയ ആളുകളെ ആക്ഷേപിക്കുന്നു. ബനൂ തമീം ഗോത്രക്കാരുടെ നിവേദക സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് അവിടെ ആ റൂമുകൾക്ക് പിന്നിൽ നിന്ന് വിളിച്ചതാണ്, യാ മുഹമ്മദ്, യാ മുഹമ്മദ് ഉഖ്റുജ് ഇലൈനാ എന്ന് പറഞ്ഞ് നബിയെ പേരെടുത്ത് വിളിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞതാണ്. അതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിറങ്ങിയത്. അവരെ പറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റിയാണ് ഈ ആയത്തിറങ്ങിയത് എന്നും അഭിപ്രായമുണ്ട്. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു, അവർക്ക് ചെവിട് കേൾവി കുറവായിരുന്നു. അങ്ങനെ അവർ ശബ്ദമുയർത്തുന്ന, പ്രകൃതിയെ ശബ്ദമുയർത്തുന്ന ആളായിരുന്നു, നല്ല ഒച്ചുള്ള ആളായിരുന്നു. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ പിന്നെ മഹാനവറുകൾ വീട്ടിൽ തന്നെ കൂടി കരഞ്ഞുകൊണ്ട്, വഖശിയ അൻ യകൂന ഹബിത അമലുഹു, അവരുടെ അമല് പൊളിഞ്ഞു പോകുമെന്നോ പേടിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ കഴിയായിരുന്നു. റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് വരില്ല. പിന്നെ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ നബിയല്ലാഹ്, അല്ലാഹുവിൻ്റെ നബിയെ, ലഖദ് ഖശീതു അൻ അകൂന ഹലക്തു, ഞാൻ ഹലാക്കാകു പോകുന്നത് ഞാൻ പേടിപ്പിച്ചു. നഹാൻ അല്ലാഹു അൻ നജ്ഹറ ബിൽ ഖൗലി, ഞങ്ങളെ ഉറക്കെ പറയരുത് എന്ന് അള്ളാഹു വിരോധിച്ചിരിക്കുകയാണ്. ഞാനാണെങ്കിലോ ഉറക്കെ പറയുന്നൊരു പ്രകൃതക്കാരനാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, യാ സാബിത്ത്, അമാ തർദാ അൻ തഈശ ഹമീദാ വതുഖ്തല ഷഹീദാ വതദ്ഖുലൽ ജന്ന.
താബിത്തെ നീ ഹമീദായി സ്തുതിക്കപ്പെടുന്നവനായ നിനക്ക് ജീവിക്കാനും ഷഹീദായി കൊല്ലപ്പെടാനും സ്വർഗത്തിൽ കടക്കാനും ഇഷ്ടപ്പെടുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ മഹാനവറുകൾ പിന്നെ യമാമ യുദ്ധത്തിലാണ് കൊല്ലപ്പെടുന്നത്. ഏതായാലും സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നും അഭിപ്രായമുണ്ട്. ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ അദബ് പാലിച്ചവരാണ്. അദബ് പാലിച്ചവരെ അള്ളാഹു തആല പുകഴ്ത്തി പറഞ്ഞു. ശബ്ദം താഴ്ത്തിയ ആളുകളെ ഉയർത്തി പറഞ്ഞവരെ അള്ളാഹു തആല ആക്ഷേപിക്കുകയും ചെയ്തു. ഉയർത്തരുത് എന്ന് അള്ളാഹു തആല വിരോധിക്കുകയും ചെയ്തു. അങ്ങനെ ആ റസൂലുള്ളാഹിന്റെ മുമ്പിൽ അദബ് പാലിക്കണം എന്ന് അള്ളാഹു തആല മുഅ്മിനീങ്ങളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് അള്ളാഹു തആല നൽകിയ ആദരവുകളാണ് അതെല്ലാം. അങ്ങനെ എന്തെല്ലാം ആദരവ് പറയാനുണ്ട്. ഇൻഷാ അള്ളാഹ് ഇനിയും ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് തുടർന്ന് പറയാം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാഫാക്കണി അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തും ആദരവും നിലനിർത്തുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. അവസാനം മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കും അവർക്കും നീ നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, രോഗങ്ങളെ കൊണ്ട് ഒരുപാട് ആളുകൾ വിഷമിക്കുന്നുണ്ട് റബ്ബേ. ഞങ്ങളെല്ലാവർക്കും പലവിധ അസുഖങ്ങളുണ്ട്, നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പലസ്തീൻ ജനത വളരെ കഷ്ടപ്പാടിലാണ് റബ്ബേ, നീ സലാമത്താക്കണേ അല്ലാഹ്. അവർക്കെതിരെ തിരിഞ്ഞ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.